ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 23ാമത് ഫിഫ ലോകകപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജൂൺ 11-ന് മെക്സിക്കോയിലെ എസ്റ്റാഡിയോ അസ്ടെക് സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരം. ചരിത്രത്തിൽ ആദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടുതൽ രാജ്യങ്ങൾക്ക് ലോകവേദിയിൽ മാറ്റുരയ്ക്കാൻ അവസരം നൽകുന്ന ഈ ടൂർണമെന്റ് കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാമാങ്കമായി മാറുമെന്നതിൽ തർക്കമില്ല. എന്നാൽ പഴയതിൽ നിന്നും വ്യത്യസ്തമായി ചില ആശങ്കകൾ കൂടി ലോകകപ്പിൽ ഉയരുന്നുണ്ട്. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും കാലാവസ്ഥയും പകർച്ചവ്യാധികളും എല്ലാം ആശങ്കകളും വെല്ലുവിളികളും ഉയർത്തുന്നതിനിടയിലാണ് ലോകം ഫുട്ബോൾ മാമാങ്കത്തിനായി കാത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളും ലോകകപ്പിലെ ഇറാൻ കളിക്കാരുടെ സുരക്ഷാ ആശങ്കകളും തന്നെയാണ്. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ സംഘർഷത്തിനിടയിലാണ് US ആതിഥേയത്വം വഹിക്കുന്ന മത്സരങ്ങളിലേക്ക് ഇറാൻ എത്തുന്നത്. ആദ്യം ലോകകപ്പിൽ പങ്കെടുക്കില്ലെന്ന തീരുമാനം എടുത്തിരുന്നെങ്കിലും ഫിഫ ഇടപെട്ടതോടെ തീരുമാനത്തിൽ അയവ് വരുത്തിയിരുന്നു. എന്നാൽ ഇറാൻ കളിക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കില്ലെന്ന ട്രംപിന്റെ പ്രസ്താവനയും ടീമിന് US വിസ ലഭിക്കാത്തതുമെല്ലാം ആശങ്കയുയർത്തുന്നുണ്ട്. ഇതേ തുടർന്ന് തങ്ങളുടെ പരിശീലന ക്യാമ്പ് മെക്സിക്കോയിലേക്ക് ഇറാൻ മാറ്റിയിട്ടുണ്ട്. മെക്സിക്കൻ നഗരമായ ടിവാനിയയിലേക്ക് ക്യാമ്പ് മാറ്റുന്നത് വഴി കളിക്കാർക്ക് വിസ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് ഇറാൻ ഫുട്ബോൾ അസോസിയേഷന്റെ വിലയിരുത്തൽ. എന്നാൽ ഇറാന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളുടെ വേദികളിൽ മാറ്റം ഉണ്ടാകില്ലെന്ന് ഫിഫ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രതിസന്ധി എബോള ഭീഷണിയാണ്. എബോള കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ കോങ്കോ ടീമിന്റെ ലോകകപ്പ് സ്വപ്നത്തെ അത് ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഫുട്ബോൾ ലോകം. ജൂൺ 11-ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഇറങ്ങണമെങ്കിൽ 21 ദിവസത്തെ ഐസൊലേഷൻ നിർബന്ധമെന്നാണ് US നിർദ്ദേശം. ടിക്കറ്റ് നിരക്കിലെ വർധനയും ആരാധകർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഡിസംബറിൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചപ്പോൾ ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് $140, ഫൈനൽ മത്സരത്തിന് $8680 ആയിരുന്നെങ്കിൽ ഏപ്രിലിൽ പുനരാരംഭിച്ച വിൽപ്പനയിൽ ടിക്കറ്റ് വില $10,990 ആയി ഉയർന്നു. അതായത് 1.5 ലക്ഷം ഇന്ത്യൻ രൂപ. എന്നാൽ പ്രതീക്ഷിച്ച പോലെ ടിക്കറ്റുകൾ വിറ്റുപോയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ടിക്കറ്റ് നിരക്ക് കൃത്രിമമായി ഉയർത്തി എന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ഫിഫയ്ക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫിഫ ടിക്കറ്റ് നിരക്ക് ഉയർത്തിയിട്ടുണ്ടോ, സ്റ്റേഡിയത്തിലെ സീറ്റിംഗ് വിഭാഗങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നിവയെക്കുറിച്ചെല്ലാം അന്വേഷിക്കും. ഇംഗ്ലണ്ടിന്റെ അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരവും ജൂലൈ 19-ന് നടക്കുന്ന ഫൈനലും ഉൾപ്പെടെ 8 ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ന്യൂജേഴ്സിയിലെ മെറ്റിഫ് സ്റ്റേഡിയത്തിലെ ടിക്കറ്റ് നിരക്കുകളാണ് പ്രത്യേകമായി പരിശോധിക്കുന്നത്. ടിക്കറ്റ് റിലീസ് ഷെഡ്യൂളിനെ കുറിച്ചുള്ള ആഭ്യന്തര വിവരങ്ങളും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. എന്നാൽ മത്സരങ്ങൾ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതെല്ലാം പരിഹരിക്കപ്പെടുമോ എന്നതിലും ആശങ്കയുണ്ട്. ഇതിനെല്ലാം പുറമെ പാരിസ്ഥിതിക പ്രതിസന്ധികളും ലോകകപ്പിൽ ചർച്ചയാവുകയാണ്. 1994-ന് ശേഷം ആദ്യമായാണ് ഫിഫ ലോകകപ്പ് നോർത്ത് അമേരിക്കയിൽ നടക്കാൻ പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം വരാനിരിക്കുന്ന ലോകകപ്പിൽ ഉഷ്ണതരംഗം ഉണ്ടാകാനുള്ള സാധ്യത 1994-നേക്കാൾ കൂടുതലാണെന്നാണ് കാലാവസ്ഥാ ഗവേഷണ സംഘടനയായ വേൾഡ് വെതർ ആട്രിബ്യൂഷൻ നൽകുന്ന മുന്നറിയിപ്പ്. ഉയർന്ന ചൂട് മത്സരങ്ങൾ നിർത്തിവെക്കുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. കൂടുതൽ വാട്ടർ ബ്രേക്കുകൾ നൽകിയും രാത്രികാലങ്ങളിൽ മാത്രം മത്സരങ്ങൾ സംഘടിപ്പിച്ചും മുന്നോട്ട് പോകുമെന്ന് ഫിഫ പറഞ്ഞെങ്കിലും ഫുട്ബോൾ താരസംഘടനയായ ഫിഫ്പ്രോ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷാ പ്രതിസന്ധികൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ ഫുട്ബോൾ ലോകം ഇത്തവണ ബൂട്ടണിയുമ്പോൾ ആശങ്കകളാണ് ചുറ്റും നിറയുന്നത്. അനിശ്ചിതത്വത്തിന്റെയും ആശങ്കകളുടെയും ഇടയിൽ നിറം കെട്ടുപോകുമോ ഈ ലോകകപ്പ് എന്നത് കാത്തിരുന്നു കാണാം.